ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ അപ്പർ ഹൗസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോൺ ആസ്. ഏതാ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്? ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത്തരത്തിലുള്ള ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് GKന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ളത്, ബേസ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബേസിക്സ് നിങ്ങൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം രാജ്യസഭയാണ് ദ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ലോവർ ഹൗസ് ഏതാ? ലോവർ ഹൗസ് ലോകസഭയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഇസ് ദ ഹൗസ് വേർ ദ ചെയർപേഴ്സൺ ഈസ് നോട്ട് ദ മെമ്പർ ഓഫ് ദാറ്റ് ഹൗസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസറും രാജ്യസഭയാണല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സ് ഒഫീഷ്യോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ള ടേംസും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്, ലോകസഭേൻ്റെ സ്പീക്കർ ആരാണ്, അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഹാസ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ എനി കേസ് എനിവെയർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഏതാ? നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, ലോക്കൽ കോർട്ട് ഉണ്ട്, പഞ്ചായത്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണ് നമ്മുടെ രാജ്യത്തെ ഏത് കേസ് വേണമെങ്കിലും രാജ്യത്തെ ഏതൊരു ഭാഗത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കോർട്ട് ഏതാണ്? ഇതൊക്കെ നമുക്ക് ഈസിലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പരമാധികാര കോടതി എന്ന് അറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണല്ലോ. ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന കോർട്ട് ഏതാണ്? സുപ്രീം കോർട്ടാണ്. ഇതിന്റെ ആൻസർ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിനാണ് ഇന്ത്യയിലുള്ള ഏത് കേസ് വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്ന അവകാശമുള്ളത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അവകാശമുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, അതുപോലെ തന്നെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഇനാക്റ്റഡ് ഡ്യൂറിങ് ആൻ എമർജൻസി ഇമ്പോസ്ഡ് ബൈ മിസിസ് ഇന്ദിരാഗാന്ധി is also known as mini constitution because of the important and large number of changes made to it. അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 42nd അമെൻമെന്റ് ആക്ട് ഉണ്ട്, 44th അമെൻമെന്റ് ആക്ട് ഉണ്ട്, 74th അമെൻമെന്റ് ആക്ട് ഉണ്ട്, 73rd അമെൻമെന്റ് ആക്ട് ഉണ്ട്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെന്റ് ആക്ട്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഇതിൽ ഏതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആക്ട്? 42nd അമെൻമെന്റ് ആക്ട് ആണ്. 42nd അമെൻമെന്റ് ആക്ട് വന്നത് എപ്പോഴാ? ഇയർ ഏതാ? 1976 ആണ്. ഓക്കെ. ഇനി 44th അമെൻമെന്റ് ആക്ട് വന്നത് എപ്പോഴാണ്? 1978 അല്ലേ? ഓക്കെ. ഇനി നമുക്ക് 74th and 73rd അമെൻമെന്റ് ആക്ട് ഉണ്ട്. എന്താ ഈ 74th അമെൻമെന്റ് ആക്ടിന്റെയും 73rd അമെൻമെന്റ് ആക്ടിന്റെയും പ്രത്യേകത? നമ്മുടെ പഞ്ചായത്തി രാജ് വന്നത്, അല്ലേ? ഇപ്പൊ പഞ്ചായത്ത് വന്നത് 73rd അമെൻമെന്റ് ആക്ടിലും 74th അമെൻമെന്റ് ആക്ടിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റീസ് വന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആക്ടുകൾ പഠിച്ചു വെക്കുക. ആക്ടുകൾ പഠിക്കുമ്പം എനിക്ക് കൂടുതലായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള 100 മുതൽ 106 വരെയുള്ള അമെൻമെന്റ് ആക്ടുകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. കാരണം അത് കറണ്ട് അഫേഴ്സ് രീതിയിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതായതുകൊണ്ട് തന്നെ, ഏറ്റവും അവസാനം വന്ന ആക്ടുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് 100ാമത്തത് ഏത്, 101 ഏത്, 102 ഏത്, 103 ഏത്, അങ്ങനെ ഓരോന്നിൻ്റെയും പ്രാധാന്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 106ന് നിങ്ങൾ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം. 106ാമത്തെ അമെൻമെന്റ് ആക്ടിന് നിങ്ങൾ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Bodo language is spoken mainly in which of the following states of India? അതായത് താഴെ 4 സ്റ്റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റിലാണ് ബോഡോ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ ആസമാണ്. അപ്പം ഇത് ലാംഗ്വേജസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ലാംഗ്വേജസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ
യുണീക്കായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അപ്പം ബോഡോ ലാംഗ്വേജ്, ആസം, അങ്ങനെ ഓരോരോ ലാംഗ്വേജസിന്റെ സവിശേഷതകൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഓരോ സ്റ്റേറ്റ് വൈസ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അതൊക്കെ ഓരോ രീതിയിൽ കണക്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കുറേ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് അറിയാം. അല്ല, ആ ഓരോ ലാംഗ്വേജസും അതിൻ്റെ ആ പ്രാദേശിക ഭാഷകളും അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റുകളും ആ ലൊക്കാലിറ്റീനെ പറ്റിയൊക്കെ കുറേയൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്നതുണ്ട്. നമുക്ക് അറിയില്ലാത്ത സാധനം എടുത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. INCയുടെ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ആരായിരുന്നു? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ നോക്കിക്കേ, ആനി ബെസന്റ് ആണല്ലേ. ആനി ബെസന്റ് ആണ് INCയുടെ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം INCയുടെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരുന്നു? അതിന്റെ ആൻസർ നമ്മുടെ സരോജിനി നായിഡു ആയിരുന്നു അല്ലേ. അപ്പം ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ആണെങ്കിൽ ആനി ബെസന്റും, ഫസ്റ്റ് ഇന്ത്യൻ ലേഡി പ്രസിഡന്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന്റെ ആൻസർ സരോജിനി നായിഡു ആണ്. അപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, കോൺഗ്രസ് എപ്പോഴാണ് ഫോം ചെയ്തത്? 1885 ഫോം ചെയ്തത് അല്ലെ. അപ്പൊ കോൺഗ്രസ് ആരാണ് ഫോം ചെയ്തത്? AO ഹ്യൂം അല്ലെ. AO ഹ്യൂം ആണ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ INCയുടെ ഫസ്റ്റ് സെഷൻ എവിടെ നടന്നു? ആ ഫസ്റ്റ് സെഷൻ പ്രിസൈഡ് ചെയ്തത് ആരാണ്? അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സെഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് സെഷൻ എവിടെയാണ് നടന്നത്? ബോംബെയിലാണ് അല്ലെ. ആരായിരുന്നു ഫസ്റ്റ് സെഷൻ പ്രിസൈഡ് ചെയ്തത്? WC ബാനർജി ആയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധി പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് ഏത് സെഷനിൽ വെച്ചിട്ടാണ്? അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സെഷൻസ് INCയുമായി ബന്ധപ്പെട്ടിട്ട് INCയുടെ പ്രധാനപ്പെട്ട സെഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അധികമൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഒരു ടേബിൾ ഫോർമാറ്റിലൊക്കെ ആക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 7th ക്വസ്റ്റ്യൻ. കറന്റ്ലി ഹൗ മെനി ലാംഗ്വേജസ് ആർ ലിസ്റ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8th ഷെഡ്യൂളിൽ എത്ര ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ നോക്കിക്കേ, 24 ആണോ, 21 ആണോ, 22 ആണോ, 20 ആണോ? ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ 22 ആണ്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമ്മൾ 8th ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെ. അപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നമുക്ക് ഷെഡ്യൂൾസ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾസ് ഉള്ളത്? ടോട്ടൽ 12 ഷെഡ്യൂൾസ് ആണുള്ളത്. ഈ 12 ഷെഡ്യൂൾസും എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട് അല്ലെ. ആ കോഡ് നിങ്ങൾക്ക് അറിയോ? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ളതാണ് ഈ 12 ഷെഡ്യൂൾസ് ഓർത്തിരിക്കാനുള്ള കോഡ്. അതിലെ ടി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറിട്ടറീസ് ആണ്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ പറ്റി അതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലെ 1ാമത്തെ ഷെഡ്യൂളിലാണ്. അപ്പൊ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്തിനെ പറ്റിയാ പറയുന്നത്? സെക്കൻഡ് ഷെഡ്യൂളിൽ എമ്യൂൾമെന്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സാലറി ആൻഡ് എമ്യൂൾമെന്റിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. മൂന്നാമത്തെ ഭരണഘടനയുടെ 3ാം പട്ടികയിൽ പറയുന്നത് ഓത്ത് ആൻഡ് അഫിർമേഷൻസിനെ പറ്റിയിട്ടാണ് 3ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. 4ാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നതെന്ന് അറിയോ? 4ാമത്തെ ഷെഡ്യൂളിൽ രാജ്യസഭയിലേക്കുള്ള സീറ്റ് വിതരണത്തെ പറ്റിയിട്ടാണ് 4ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. അടുത്തത് ടിയേഴ്സ് ആണല്ലോ. ടിയേഴ്സിലെ എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 5ാമത്തെ ഷെഡ്യൂളാണ്. 5ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയിട്ടാണ്. ഷെഡ്യൂൾഡ് ഏരിയാസ് ഏതൊക്കെയാണോ അതിനെ പറ്റിയിട്ടാണ് 5ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. അടുത്തത് 6ാമത്തെ ഷെഡ്യൂളാണ്. 6ാമത്തെ പട്ടികയിൽ പറയുന്നത് അതർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയാണ്. അതായത് 5ാമത്തെ ഷെഡ്യൂളിൽ ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ 6ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് എന്താ? അതർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി 7ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് നമ്മുടെ 3 ലിസ്റ്റുകൾ ഉണ്ടല്ലേ. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് 7ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. അതായത് നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് 7ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. അടുത്തത് 8ാമത്തതാണ്. 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. 8ാം പട്ടികയിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റി പറയുന്നത്. 9ാമത്തെ പട്ടിക അതിപ്പോൾ ഇല്ല. 9ാമത്തെ പട്ടികയിൽ എന്താ? 9ാമത്തെ പട്ടിക റിപ്പീൽ ചെയ്തതാണ്. അതിൽ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അടുത്തത്
10ാമത്തെ ഷെഡ്യൂളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 10ാമത്തെ ഷെഡ്യൂൾ. 10ാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോയിനെ പറ്റിയിട്ടാണ്, കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ 10ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. 11ാമത്തെ ഷെഡ്യൂളിൽ പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ടും 12ാമത്തെ ഷെഡ്യൂളിൽ എന്തിനെ പറ്റി പറയുന്നു, മുനിസിപ്പാലിറ്റിനെ പറ്റിയും പറയുന്നു. അപ്പം ഭരണഘടനയുടെ 12 ഷെഡ്യൂൾസും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ മേക്സ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ? താഴെ തന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൽ ഏതിലാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ഇതിന്റെ ആൻസർ അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയറിലാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറ്റ്മോസ്ഫിയറിക് ലെയർ പഠിക്കുമ്പോൾ ഓരോ ലെയേഴ്സും പഠിക്കണം. ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും ഭൂമിയുടെ ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണുന്നത് അല്ലേ. അപ്പം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, അതിൻ്റെ ഇടയിൽ മീസോസ്ഫിയർ ഉണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിൽ ഓരോ ലെയേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഈ ഓരോ ലെയേഴ്സിന്റെ ഇടയിൽ എന്തുണ്ട്? ഇപ്പം ട്രോപ്പോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ കിടക്കുന്നത്. അപ്പം ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ ആരുണ്ട്? ട്രോപ്പോപോസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ അന്തരീക്ഷ പാളികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഈ ഭാഗത്തു നിന്നൊക്കെ വളരെ ബേസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബേസ് ലെവലൊക്കെ തന്നെ ചോദിക്കുള്ളൂ. അപ്പൊ ഈ ഓരോ ലെയേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ് ഇൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റ് ആണ് കൂടുതൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാ? ഇതിന്റെ ആൻസർ കർണാടകയാണ്. ഓപ്ഷൻ സി, കർണാടകയിലാണ് കൂടുതൽ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജാർഖണ്ഡ് ആണെങ്കിൽ ജാർഖണ്ഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ മിനറൽ റിസോഴ്സസ് ഉള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോ സ്റ്റേറ്റിന്റെയും ഇതുപോലെയുള്ള ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്, അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ജാർഖണ്ഡിന്റെ കേസിലാണെങ്കിൽ അവിടെയാണ് മിനറൽ റിസോഴ്സസ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഏകദേശം നമ്മുടെ ടോട്ടൽ മിനറൽ റിസോഴ്സസിന്റെ 40% കൂടുതലും എവിടെയാണുള്ളത്? ജാർഖണ്ഡിലാണുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഛത്തീസ്ഗഡ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലെ റൈസ് ബോൾ എന്നാണ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ തെലങ്കാന അറിയപ്പെടുന്നത് എന്ത് സിറ്റി എന്നാ? തെലങ്കാന നമ്മുടെ എനർജി സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് തെലങ്കാന അറിയപ്പെടുന്നത്. അപ്പം സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതൊക്കെ, അല്ലെങ്കിൽ അത് എന്തിനൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത്, അങ്ങനെ ഓരോ സ്റ്റേറ്റിന്റെ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചു പോകുക. അപ്പം ഒറ്റയടിക്ക് ഇരുന്നിട്ട് എല്ലാ സ്റ്റേറ്റിന്റെയും പഠിക്കേണ്ട. ഒരു ദിവസം ഒരു സ്റ്റേറ്റിന്റെ വെച്ചിട്ട് കുറച്ചായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് ലൈ അലോങ് ദ ബോർഡർ ഓഫ് പാകിസ്ഥാൻ? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് നമ്മുടെ പാകിസ്ഥാൻ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റുകളാ? ഇതിൽ ABC ആണ്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ ആണ്. ഈ 3 സ്റ്റേറ്റുകളാണ് നമ്മുടെ പാകിസ്ഥാൻ ബോർഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് GK ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ ടോപ്പിക് വൈസ് ആണ്. ഇപ്പം ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു, അങ്ങനെ പല സബ്ജക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും നമുക്ക് GK ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ബേസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരു എന്താ പറയുക, ഫുള്ളി വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതിനേക്കാളും നല്ലത് എപ്പോഴും എങ്ങനെ പഠിക്കുക, ക്രിസ്പായിട്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഇപ്പൊ ജോഗ്രഫീന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുക, സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് പഠിക്കുക. അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്റ്റിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾസ് ഏതൊക്കെ,
പാർട്സ് ഏതൊക്കെ, അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഭാഗങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ജി കെനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ടല്ലോ, നാഷണൽ പാർക്കുകൾ, ഡാൻസ് ഫോംസുകൾ, UNO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന RRB ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കുറേ ഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഡാൻസ് ഫോംസ് ഒക്കെ അല്ലേ, നാഷണൽ പാർക്കുകളൊക്കെ. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യുക, അതും നിങ്ങൾ ജി കെയിൽ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ പഠനത്തിൽ ഡെയിലി ഭാഗമാക്കിക്കൊണ്ട് വരിക. അപ്പം ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ജി കെ സെറ്റ് ആക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പരീക്ഷേനെ നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ പേര് റാപ്പിഡ് ബാച്ച് എന്നാണ്. ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സും, ആ ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ട്സും അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാച്ചിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്